നമ്മുടെ വളകാപ്പിന് വേണ്ടിയിട്ട് നമ്മൾ ഫുഡ് ഉണ്ടാക്കിയ വീഡിയോ ആണ് കാണിക്കുന്നത്. അപ്പോൾ ചേട്ടൻ എന്നെ സഹായിക്കാമെന്നും പറഞ്ഞ് എത്തിയിട്ടുണ്ട്. അപ്പോൾ തേങ്ങാക്കൊത്തൊക്കെ ശരിയാക്കി തരുവാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കലത്തപ്പമാണ്. കലത്തപ്പം ഉണ്ടാക്കാൻ വളരെ ഈസിയാണ്. ഈസി എന്ന് പറഞ്ഞാലും അത് എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് ഈസി കേട്ടോ. ഞങ്ങളുണ്ടാക്കി കറക്റ്റായിട്ടൊന്നും അല്ലെങ്കിൽ ഏകദേശമൊക്കെ ഒപ്പിച്ചെടുത്തു. ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ അരിപ്പൊടി വെച്ചിട്ടാണ് ഉണ്ടാക്കിയത്. സാധാരണ തേങ്ങ അരച്ചൊക്കെ ചെയ്യാറുണ്ട്. ഞാൻ അരിപ്പൊടിയും തേങ്ങയും ഉപ്പും കൂടെ മിക്സിയുടെ ജാറിൽ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മുടെ ശർക്കര പാനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. ഇതിൻ്റെ ഒരു പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാം ചൂടോടുകൂടി തന്നെ വേണം ചെയ്യാൻ. കാരണം ചെറു ചൂടോടുകൂടി തന്നെ ശർക്കര പാനി ഇതിലേക്ക് ഒഴിക്കണം. ആ ചൂടോടുകൂടി തന്നെ നമ്മൾ ഇത് തേങ്ങാക്കൊത്തും കൊച്ചുള്ളിയും കൂടെ നെയ്യിൽ വറുക്കുന്ന അതിലേക്ക് ഈ മിശ്രിതം ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് ആ ചൂടോടുകൂടി ഹൈ ഫ്ലെയിമിൽ 1 മിനിറ്റ് വെക്കണം എന്നാണ് പറയുന്നത്. അതിനുശേഷം നമ്മൾ സിമ്മിലാക്കിയോ അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിലോ വെച്ച് വേവിച്ചെടുക്കുക. അത്രയേ ഉള്ളൂ കലത്തപ്പത്തിൻ്റെ പണി. വിസിൽ വെക്കരുത് വെക്കുമ്പോൾ. പിന്നീട് ഉണ്ണിയപ്പവും നെയ്യപ്പവുമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് രണ്ടിന് വേണ്ടിയിട്ടുള്ള മാവ് ഞാൻ രാവിലെ തന്നെ ചെയ്ത് ശരിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു 5 മണിക്കൂർ ഇത് വെച്ചതിന് ശേഷം എടുത്തപ്പോഴത്തെ അവസ്ഥയാണിത്. മാവ് തിക്കായിട്ടായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തും എള്ളും ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം, അത് നോക്കി വെള്ളം കറക്റ്റ് പരുവത്തിന് മാത്രമേ ചേർക്കാവുള്ളൂ. കാരണം വെള്ളം കൂടി പോവുകയോ കുറഞ്ഞു പോവുകയോ ചെയ്യരുത്. കറക്റ്റ് പരുവത്തിന് അത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ നെയ്യപ്പം ശരിയായിട്ട് വരില്ല. അപ്പോൾ അത്യാവശ്യം വേണ്ടുന്ന വെള്ളം ഒഴിച്ചു നന്നായിട്ട് മിക്സ് ചെയ്യണം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നെയ്യപ്പം ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ഞാനൊരു അലൂമിനിയം ചീനച്ചട്ടിയിലാണ് നെയ്യപ്പം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കിയത്. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് ഈ മാവ് കോരി ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ എണ്ണ കറക്റ്റ് ചൂടായിരിക്കുന്ന എണ്ണയിലേക്ക് മാവ് ഒഴിക്കുമ്പോൾ തന്നെ അത് ചെറിയ കുമിളകൾ പോലെ വന്ന് പൊങ്ങി വരാൻ തുടങ്ങും. അപ്പോൾ ഒരുപാട് സമയം ഇടരുത്. ഒരു 30-35 സെക്കൻഡ് കഴിയുമ്പോൾ തന്നെ നമ്മൾ തിരിച്ചിട്ട് കൊടുക്കേണ്ടതാണ്. അങ്ങനെ നെയ്യപ്പം എല്ലാം ഞാൻ തയ്യാറാക്കി കഴിഞ്ഞു. അപ്പോൾ നെയ്യപ്പം തയ്യാറാക്കിയതിന് ശേഷം അടുത്തതായിട്ട് നമുക്ക് ഉണ്ടാക്കേണ്ടത് ഉണ്ണിയപ്പമാണ്. ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ മാവ് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു രാവിലെ തന്നെ. അപ്പോൾ അതും എടുത്ത് നോക്കുമ്പോഴത്തേക്ക് തിക്കായിട്ടാണ് മാവിരിക്കുന്നത്. അപ്പോൾ ആ മാവിലേക്ക് നമുക്കിനി ചേർക്കേണ്ടുന്നത് വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തും എള്ളുമാണ്. അപ്പോൾ അത് രണ്ടും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതുപോലെ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. എങ്കിലേ മാവിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടുള്ളൂ. ഞാൻ പിന്നെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ ഉണ്ണിയപ്പം പാനിലാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് അടി പിടിക്കുമെന്നുള്ള പേടി വേണ്ട. അപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കുറേശ്ശെ നെയ്യും കൂടെ എല്ലാത്തിലും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ഓരോ കുഴിയിലും അത്യാവശ്യം വേണ്ടുന്ന മാവ് ഒഴിച്ചു കൊടുക്കുക. നിറയെ ഒഴിക്കേണ്ട ആവശ്യമില്ല, കുറച്ച് ഒഴിച്ചാൽ മതി. അപ്പോഴത്തേക്ക് അത് പൊങ്ങി വരാൻ തുടങ്ങും. അതുപോലെ മീഡിയം ഫ്ലെയിമിൽ വെക്കുക. അപ്പോഴത്തേക്ക് ഉണ്ണിയപ്പം എല്ലാം നല്ലതുപോലെ നമുക്ക് വെന്ത് കിട്ടുന്നതാണ്. അപ്പോൾ ഓരോന്നും ഒരു 30 സെക്കൻഡ് കഴിയുമ്പോഴത്തേക്ക് തിരിച്ചിട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഉണ്ണിയപ്പവും എല്ലാം റെഡിയാക്കി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഉണ്ണിയപ്പം ഇവിടെ നല്ല ടേസ്റ്റാണ്. ഉണ്ണിയപ്പം ഉണ്ടാക്കി വന്നപ്പോഴത്തേക്ക് നമ്മുടെ ആ പഴത്തിൻ്റെയൊക്കെ ടേസ്റ്റ് കിട്ടുന്നത് കൊണ്ട് തന്നെ എല്ലാവർക്കും കുട്ടികൾക്കൊക്കെ കഴിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഞാൻ 2 ഐറ്റംസ് കൂടിയുണ്ട്. നമുക്ക് ഒരു ഉഴുന്നുവടയും പിന്നെ ഒരു ബൂരി എന്നാണ് പറയുന്നത്. ഇതൊരു തെലുങ്ക് ആളുകൾ കഴിക്കുന്ന, കൂടുതൽ ആന്ധ്ര കഴിക്കുന്ന ഫുഡാണ്. അപ്പോൾ എൻ്റെ ഫ്രണ്ടാണ് ഇതുണ്ടാക്കിയത്. അവൾ എനിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കി തന്നതാണ്. അപ്പോൾ നമ്മൾ ഉണ്ണിയപ്പം, നെയ്യപ്പം, കലത്തപ്പം, പിന്നെ ഉഴുന്നുവട, പിന്നെ അവരുടെ ബൂരി, ഇത്ര ഐറ്റംസ് നമ്മൾ ഉണ്ടാക്കി. പിന്നീട് അച്ചപ്പവും ബോളിയും ലഡുവും ഞങ്ങൾ വാങ്ങിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ വളകാപ്പിൻ്റെ ബിഹൈൻഡ് ദ സീൻ. അപ്പോൾ എല്ലാം റെഡിയാക്കി സെറ്റാക്കിയിട്ട്